നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ചിന്താമണിയുടെ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അയൽവാസി പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രതിക്ക് കടുത്ത നിരാശയുണ്ട്. തന്റെ കുടുംബം തകർത്തത് പുഷ്പയാണെന്നും ചിന്താമര പോലീസിനോട് പറഞ്ഞു. നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി ചെന്നു. നിഖിൽ, കൊന്നിട്ട് അരിശം തീരുന്നില്ല ചിന്താമരയ്ക്ക്, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? സുഹേൽ, തീർച്ചയായിട്ടും ഇന്നിപ്പോൾ പുരോഗമിക്കുന്ന ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസുമായി പങ്കുവച്ചത്. ഈ ചെന്താമരയ്ക്ക് പുഷ്പ എന്ന സ്ത്രീ, അവരുടെ അയൽവാസിയായിരുന്ന പുഷ്പ എന്ന സ്ത്രീയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ടായിരുന്നു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. തന്റെ കുടുംബം തകർത്തത് പുഷ്പയാണ്. താൻ നാട്ടിൽ വരാതിരിക്കാൻ നിരന്തരം പോലീസിൽ പരാതി കൊടുത്തതിലും പുഷ്പയ്ക്ക് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ താൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് സാധിക്കാത്തതിൽ തനിക്ക് വലിയ നിരാശയുണ്ട് എന്നാണ് പ്രതി പറയുന്നത്. ഇനി പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ പുഷ്പ രക്ഷപ്പെട്ടു എന്നും പ്രതി പറയുന്നുണ്ട്. ഇനി ഒരു ദിവസത്തെ പരോൾ പോലും താൻ ആവശ്യപ്പെടില്ല. താൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടെന്നും പ്രതി പറയുന്നുണ്ട്. ഇന്നിപ്പോൾ തെളിവെടുപ്പിനിടെ ഈ പ്രതി പുഷ്പയെ നോക്കി പല്ലിറുക്കുകയും അതോടൊപ്പം തന്നെ പുഷ്പയെ അതിരൂക്ഷമായി നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അവർ തന്നെ പറഞ്ഞിരുന്നു തനിക്ക് ഭീഷണിയുണ്ട്, ഒരുപക്ഷെ പ്രതി ഇനി ഒരിക്കൽ കൂടി ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ വകവരുത്തുമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അവരുടെ ആ സംശയം സ്ഥിരീകരിക്കുന്നതും ആ സംശയം ഉറപ്പിക്കുന്നതുമാണ് പ്രതിയുടെ ഇന്നത്തെ അന്വേഷണ സംഘത്തോടുള്ള വെളിപ്പെടുത്തൽ കൂടി. എന്തായാലും അതിനെ പോലീസ് ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. എന്തായാലും നാളെ ഇപ്പോൾ പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പ് എലവഞ്ചേരിയിൽ പുരോഗമിക്കും. ഈ പ്രതി ആയുധം വാങ്ങിയ സ്ഥലമാണ് എലവഞ്ചേരി. അവിടെ എത്തിച്ചടക്കം പ്രതിയെ തെളിവെടുപ്പ് നടത്തും. നാളെ 3 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. അതിനു മുൻപായി തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം തിരികെ വിയ്യൂർ ജയിലിലേക്ക് പ്രതിയെ കൊണ്ടുപോകും. സുഹൈൽ, ശരി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചാത്താപമില്ലെങ്കിലും ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാളെ കൊല്ലാനാകാത്തതിന്റെ നിരാശ അത് ചെന്താമരയ്ക്കുണ്ടെന്ന് തന്നെയാണ് ചോദ്യം ചെയ്യലും ആ നരാധവൻ വിളിച്ചു പറയുന്നത്.